ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം യെശയ്യാ പ്രവചനം, ബുക്ക് ഓഫ് യെശയ്യാ, ചാപ്റ്റർ 44, 44 അധ്യായം, അതിന്റെ 8 വാക്യം, 8 വേഴ്സസ് 44:8. യെശയ്യാ ചാപ്റ്റർ 44:8. നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ചു, കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയും ഇല്ല, ഞാൻ ഒരുത്തരെയും അറിയുന്നില്ല. Praise the Lord. Hallelujah. Do not tremble, do not be afraid. Did I not proclaim this and foretell it long ago? You are my witnesses. Is there any God besides me? No, there is no other rock. I know not one. Praise the Lord. See, we can see in the word of God, time to time God is proclaiming a greatest commandment to his people. കാലാകാലങ്ങളിൽ തന്റെ മക്കളോട് ഒരു വലിയ കൽപ്പനയായി പറയുന്ന ഒരു കാര്യമാണ് ഫിയർ നോട്ട്, ഭയപ്പെടരുത്. ഐ ആം വിത്ത് യു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആൻഡ് ഐ ആം ദ ഓൺലി വൺ വിത്ത് യു, ഞാൻ മാത്രമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സോ ഓൾവേസ് വി ക്യാൻ സീ ഇൻ അവർ ലൈഫ് God is trying to give a confidence in our spiritual journey. നമ്മുടെ ആത്മീയ യാത്രയിൽ ഒരു വലിയ കോൺഫിഡൻസ് ദൈവം തരികയാണ്. എന്താണ് ആ കോൺഫിഡൻസ്? ഫിയർ നോട്ട്, നമ്മൾ ആരും ഭയപ്പെടരുത്. ബിക്കോസ് ദ ലോർഡ്, ദ റോക്ക്, ദ സ്ട്രോങ് ഹോൾഡ് ഈസ് വിത്ത് അസ്. നമ്മോട് കൂടെ ശക്തനായവനും ഉറപ്പുമായ പാറയായവനും നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. That is a great confidence God is trying to input in your life every moment. ഇന്ന് പകലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ദൈവം കൂടെ ഉണ്ട് എന്നൊരു ചിന്തയാണ്. So the same thing, we should have a confidence that in every moment of our life, we need to realize the truth. എന്താണ് ആ സത്യം? God is always with me. I shall not fear. I have a strong hold. I have a strong person to trust in him. ആശ്രയിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു വിഷയത്തിലും ഭയപ്പെടുകയില്ല എന്നും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുകയും അത് സത്യമെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യണം. Why Lord is every time to time proclaiming to us, fear not, because God is seeing that fear is appearing in our life. ഒരു ഭയം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവം കാണുകയാണ്. The fear of death, the fear of failure, the fear of destruction, പലതരത്തിലുള്ള ഭയം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുകയാണ്. Praise the Lord. Hallelujah. അപ്പോൾ നമ്മൾ കർത്താവ് പറയുന്നത് ഇതാണ്, never fear. Never fear, because a promise to every child of God, I am with you. If you go to John chapter 8:29, we can see the testimony of Jesus Christ regarding this. യോഹന്നാൻ സുവിശേഷം 8:29 വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ ഈ വിഷയത്തിലുള്ള സാക്ഷി നമുക്ക് കാണാൻ കഴിയും. വായിക്കാം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. The one who sent me is with me. He has not left me alone, for I always do what pleases him. The one who sent me, my heavenly Father, is always with me. He never left me alone. എന്നെ അയച്ചവൻ എന്നോട് എപ്പോഴും കൂടെയുണ്ട്. എന്നെ ഒരിക്കലും അവ ഏകനായി വിട്ടിട്ടില്ല എന്ന് കർത്താവിന്റെ സാക്ഷി നമുക്ക് കാണാൻ കഴിയുകയാണ്. Every child of God who want to become God's beloved son shall proclaim the same testimony. എന്താണ് same testimony? What is our current testimony? In my problems, in my troubles, in my distractions, no one was with me. I am alone. എന്റെ പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ ഞാൻ ഏകയാണ്. എന്റെ കൂടെ ആരുമില്ല. സ്നേഹിച്ചവരും എന്നെ കരുതുന്ന കരുതിലൊക്കെ വിട്ട് ഓടി മാറിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്.
But you have to change your testimony today morning. You have to change your spiritual testimony. You should proclaim the way Jesus Christ proclaimed to the world. You should tell that in the midst of the crisis, destruction, loneliness, you have to tell that I am not at all alone. Always my Father is with me. എപ്പോഴും എൻ്റെ പിതാവ് കൂടെയുണ്ട്. Based on the experience, Jesus said this. തന്റെ ആത്മീയ അനുഭവത്തിലൂടെയാണ് യേശു അത് പറഞ്ഞത്. മാത്യു ചാപ്റ്റർ 4, 1-3 ഒന്ന് വായിച്ചേ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. Jesus started his fasting in the wilderness. 40 days he was with God, and the 40th day the devil came near to him. We know that everything. He tried to tempt Jesus Christ. He tried to take the glory of God from Jesus Christ. He done many things in order to ensure that he will lose the glory what he received from God. But you know that Jesus Christ stayed strong in his spiritual decision what God has given to him. But if you read Matthew 4:11, we can see that the angel from heaven came to Christ. Can you read 4:11? അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. Praise the Lord. Then the devil left him, and the angels came and tended to him. The angels came from heaven. In the midst of the temptation, in the midst of the crisis, in the midst of problems, Jesus was not at all alone. The angels from heaven, the presence of God came to Christ. Praise God. He was telling to the world, in the midst of any problems, midst of any crisis, I am not at all alone. I can experience the presence of my loving Father. If we go to Luke 22:43, we can see that at the Garden of Gethsemane, the moment Jesus told, Lord, it's not my will, your will shall be done. He has gone through great the troubles in his life. He is going to face troubles in his life. He knows that the things what he is going to face is the greatest tough thing he's going to do. വളരെ ഭയാനകമായ ഒരു അനുഭവത്തോടെ ഞാൻ കടന്നു പോകാൻ തിരിച്ചറിഞ്ഞ യേശു ആമേൻ ദൈവത്തിന് ഇഷ്ടത്തിനായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്ക് 22:43 ഇങ്ങനെ വായിക്കുന്നു, An angel from heaven appeared to him and strengthened him. The angel from heaven came to him and strengthened him. So why Jesus is proclaiming the testimony to the public? I am not at all alone, because he has received many experience in his past life. തന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ തനിക്ക് പറയുവാനുണ്ട്. The same aim today God is asking God's people, have you a single testimony to proclaim? I have experienced God in my life before in your past. കഴിഞ്ഞ നാളുകളിൽ ഒരിക്കലെങ്കിലും ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാക്ഷ്യം ഇന്ന് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് പകൽ നീ അവിശ്വസിക്കുന്നു? ആമേൻ, പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ഏകനാണെന്ന്. പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ എന്തിനു ഭയപ്പെടുന്നു? സ്തോത്രം. ആമേൻ, നിന്നെ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കുവാൻ ശക്തനാണ്. He is always with you. This is the confidence you have to gain today morning. This is what God is telling to the church. This is what God is telling God's people. Remember, I am always with you. And Jesus proclaimed the testimony, I have never been alone. I experience my Father's presence always with me. I shall not fear. Praise the Lord. So Jesus proclaimed the testimony. Now we can go to Apostle Peter, what the testimony is proclaiming about Jesus Christ. പത്രോസിനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ആമേൻ, ഈ വിഷയത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വിഷയത്തിൽ നിന്റെ അഭിപ്രായം എന്താണ്? What is your opinion? What you want to proclaim to the world regarding the Father's presence with Christ? We read Acts 10:38. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം വായിക്കും.
how God നസ്രേന anointed Jesus of Nazareth with the Holy Spirit and power, and how he went around doing good and healing all who were under the power of the devil, because God was with him. Because God was with him. Peter is proclaiming to the world the miracles you have seen, the salvation you received, the change of the world into a new spiritual world, the power of the Holy Spirit that revealed in the world, that manifests in the world. I want to proclaim one testimony. That is because the Heavenly Father, God, was with Christ. Praise the Lord. See, all the testimonies is proclaiming a truth. Whoever stands for God, he is giving an assurance to him, I will be always with you, fear not. ഈ സാക്ഷ്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഭൂമിയിൽ ആര് ദൈവത്തോട് നിലകൊള്ളാൻ തയ്യാറാകുന്നുവോ അവനെ നോക്കി അവനോട് ദൈവത്തിന് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. റിയലൈസ് ദിസ് ട്രൂത്ത്. ഈ സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കണം ഞാൻ നീ. But today God is telling one more thing to us. Why the fear is coming to you? Even you believe that God is there for me, why the fear is coming to you? Why the problems are taking you into the deep destruction? Even you know the truth, my God is with me. എന്തുകൊണ്ട് നീ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ നീ തകർന്നവനെ പോലെ ആകുന്നു? ദൈവന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴും എന്തുകൊണ്ട് നിരാശപ്പെട്ടു പോകും ചോദിച്ചാൽ അതിലെ പ്രധാന കാരണം, God decided to be with you, but you have not decided to be with God. Praise the Lord. നിന്റെ കൂടെ ഉണ്ടെന്ന് ദൈവം തീരുമാനമെടുത്തു, പക്ഷേ ദൈവത്തിന്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് എനിക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല. That's the reason of the fear. That's the reason of the way you respond to God in your spiritual life. Hallelujah. That's the reason you lose the hope. That's the reason you lose the confidence. ഞാൻ ഇന്നലെ പരാജയപ്പെട്ടു, ഇന്നും പരാജയപ്പെടും, നാളെ പരാജയപ്പെടും തോന്നുവാനുള്ള കാരണം ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴും നിനക്കറിയാം നീ ദൈവത്തിന്റെ കൂടെയല്ലെന്ന്. I failed yesterday, today maybe I'll fail, tomorrow I will be failure. Why you are thinking like that? Because you believe that God is with you, but you more believe that you know the truth, you are not with God. Praise the Lord. So ഇന്നത്തെ ദൈവിക സന്ദേശം നമ്മെ അറിയിക്കുന്ന ഒരു സത്യം, നമ്മിൽ വരേണ്ട ഒരു ചേഞ്ച്, ensure that you will be with God. ഉറപ്പുവരുത്തണം ഞാൻ ദൈവത്തോട് കൂടെയാണ്. Ensure that I stand firmly for God. ഉറപ്പുവരുത്തണം ഞാൻ ദൈവത്തോട് ഉറച്ചു നിൽക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. Then the message is for you. അങ്ങനെ തീരുമാനമെടുക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, fear not, I am with you. I am the stronghold and the rock. There is no one else to stand with you. ഉറപ്പും പാറയുമായവൻ വിളിച്ചു പറയുന്നു, വേറൊരു ദൈവവുമില്ല നിന്റെ കൂടെ നിൽക്കുവാൻ, ഞാൻ മാത്രം നിന്റെ കൂടെ നിൽക്കും. നീ ഭയപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. So you should understand, God is telling, I am with you. Praise God. Why God is with us? What God will do when He is with us? Or whether He will do something for me when He is with us, with me. What is the speciality as a child of God I receive from God the moment I realize God is with me? ദൈവന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെ? What are the good things and blessings what I'm going to receive when God is with me? God is going to tell you the promises behind the blessings, behind the promise. ദൈവനോട് പറയാൻ പോവാണ് ഇന്ന് പറഞ്ഞ വാഗ്ദത്തം. What's the promise? Fear not, I am with you.
So what's the blessings behind that promise? What is the good things God is going to give behind the promise? What is the purpose behind the promise? ഇന്ന് എന്നോടും നിന്നോടും ദൈവം അത് പറയുവാൻ പോവുകയാണ്. God is going to tell you what is the purpose behind the promise. Ensure that I will be with God from today. Because when God says promise, he will stand for the promise. He will never change. Nobody can change God. But we can change myself. I can change myself. I will decide, but I will not fulfill. But today I am going to decide, God, I will stand with you. That will give an assurance that you are God. You are in the Heavenly Father is together from today till the end of your life. ഇന്നെടുക്കുന്ന തീരുമാനം, നീ നിന്റെ സ്വർഗീയ പിതാവുമായിട്ടുള്ള തീരുമാനം, നിങ്ങൾ ഒരുമിച്ച് അന്ത്യം വരെ യാത്ര ചെയ്യുന്നുള്ള തീരുമാനമാകുമെങ്കിൽ, ആമേൻ, the purpose, the blessing, the good thing behind the promise is going to come in your life. Hallelujah. അതിന്റെ പിന്നിലെ നന്മകളും അനുഗ്രഹങ്ങളും അതിന്റെ ദൈവിക ഉദ്ദേശവും എന്നിലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Let's see what are the blessings God is going to give behind his promise. Hallelujah. ദൈവം നൽകുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? യെശയ്യാ 41:10. യെശയ്യാ 41:10. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. Praise the Lord. So do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you and help you. I will uphold you with my righteous right hand. Praise the Lord. I will strengthen you. I will help you. I will uphold you. Why God is telling that? Why he is strengthening you? Because you are weak. Why he is going to help you? Because you are in a stage that nobody can help you. Hallelujah. Why he is upholding you? He realized the truth. You are going down. Your spiritual level is going down. Your mental strength is going down. He is upholding you. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. Praise God. Hallelujah. The promises is going to be a blessings in your life. Today you are weak, he is going to strengthen you. നീ ബലഹീനനായിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ ശക്തീകരിക്കുവാൻ പോകുകയാണ്. Is there no one to help you? God is going to help you. There is no one to support you, to uphold you. God is going to support and uphold you. ആരും നിന്നെ താങ്ങുവാനില്ലെങ്കിൽ ദൈവം നിന്നെ താങ്ങുവാൻ പോകുകയാണ്. ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിൽ ദൈവം നിന്നെ സഹായിക്കുവാൻ പോകുകയാണ്. ആരും നിന്നെ നീ ബലഹീനായിരിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ശക്തീകരിക്കുവാൻ പോകുകയാണ്. യെശയ്യാ 40:29 എന്ന് വായിച്ചേ. യെശയ്യാ 40:29. He gives strength to the weary and increases the power of the weak. He will strengthen and increase the power of the weak. He will strengthen and increase the power of the weak. എന്റെ മലയാളത്തിൽ വായിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. Strengthen and weak. Strengthen and give power to the weak. നീ എത്ര വീക്കാണ് സ്പിരിച്വലി, നോ പ്രോബ്ലം, he will strengthen you. God is saying, I will strengthen, I will help, I will uphold, because before the God's presence was there in your life, there was a testimony of the world about you. എന്താണ് testimony? What's the testimony? You are good for nothing. ദൈവം നിന്നോട് കൂടി ഇരിക്കുന്നതിന് മുമ്പായി, നീ ദൈവത്തോട് ബന്ധപ്പെടുന്നതിന് മുമ്പായി ലോകത്തിൽ നിന്നെ കുറിച്ച് പറയുവാൻ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നിനും കൊള്ളാത്തവർ. Good for nothing. Why you are good for nothing? You are weak. You are not success because nobody is there to help you.
You every day are going low, you're going down because there is no one to uphold you. The world had a testimony, you are good for nothing. നീ ഒന്നിനും കൊള്ളാത്തെന്ന് പറഞ്ഞ നടുവിൽ ദൈവം പറയുകയാണ്, ആമേ ബലഹീനയായ നിന്നെ ആമേ ഞാൻ നിന്നെ ശക്തീകരിക്കും. Praise God. Amen. Isaiah 41:13 ഒന്ന് വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ എന്ന നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. The Lord is telling, He's holding your right hand and He's proclaiming the promise, I will help you. ഞാൻ നിന്നെ സഹായിക്കും. ആര് നിന്നെ സഹായിപ്പാനില്ലെങ്കിലും ഞാൻ നിന്നെ സഹായിക്കും. I will help you. Praise God. Hallelujah. I will help you. മൂന്നാം പറഞ്ഞ I will uphold, ഞാൻ നിന്നെ താങ്ങും. ഇത് നമ്മളെ താങ്ങാൻ ഒത്തിരി പേരുണ്ട്. എങ്ങനെയാ? ഇവരിട്ടും താങ്ങണം. ആ താങ്ങലല്ല. God is telling, I will uphold you. Isaiah 42:1 ഒന്ന് വായിച്ച്. 42:1. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. Hallelujah. Here is my servant whom I uphold, my chosen one in whom I delight. I will put my spirit on him, and I will put my spirit upon him. I will put my spirit upon him. This is my man, my person whom I uphold. അവൻ താങ്ങുക മാത്രമല്ല, ഇനി നീ താഴാതിരിക്കുവാൻ അവൻ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകരും. Praise God. He will ensure that the Holy Spirit, who will always will be with you, to ensure that you will never go lower in your life. അവൻ നിന്നെ കൈകളിൽ താങ്ങി നടത്തും. ദൈവത്തിന് സ്തോത്രം. He's the testimony. See my child whom I uphold. നിന്നെ എന്നെ നോക്കി ദൈവം പറയുവാൻ പോകുക. നിന്നെ എന്നെ നോക്കി ലോകവും പറയാൻ പോകുക. ഇതാ ദൈവം താങ്ങിയ ഒരു ദാസൻ, ദാസി. അവന്റെ തലമുറ നശിച്ചിട്ടില്ല, അവന്റെ കുടുംബം നശിച്ചിട്ടില്ല, അവൻ താഴുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം. Not only God, the world is going to share the testimony about you. He is a man of God. His child, the descendants, the ancestors, the generations, they are blessed. Everyone is blessed. He is be filled with Holy Spirit. സാക്ഷ്യങ്ങളുടെ കൂമ്പാരമായി മാറ്റാൻ പോകുക. ഭയപ്പെടരുത്. Fear not, I am with you. നീ താണു ശൂന്യമായിരിക്കുക, സഹായമില്ലാതിരിക്കുക, ഒരു വഴിയും കാണാതിരിക്കുക. ഭയപ്പെടരുത്. നിനക്ക് വേണ്ടി വഴികളും വാതിലും ഞാൻ തുറക്കുവാൻ പോകുക. I'm going to open the doors and way for you. Fear not, you are my child. I am upholding you. I will put my spirit upon you. I will deliver you. Hallelujah. Praise the Lord. Isaiah 43:14 and 15 ഒന്ന് വായിച്ചേ. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് ആളയച്ച് അവരെയൊക്കെയും കൽദയരെ തന്നെ ഓടിപ്പോകുന്നവരായി പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതർ പോലെ ആക്കുകയും ചെയ്തു. Hallelujah. Do not be afraid, you worm Jacob. Little Israel, do not fear, for I myself will help you, declares the Lord, your Redeemer, the Holy One of Israel. See, I will make you into a threshing sledge, new and sharp with many teeth. You will thresh the mountains and crush them and reduce the hills to chaff. Hallelujah. What was the initial testimony? The worm Jacob. നിന്നെ കുറിച്ചുള്ള ലോകം പറയുന്നത് അറിയാമോ? നീ വെറും കൃമി, ഒരു പുഴുവായാക്കും. Good for nothing. But the spirit of God is with you. ഇപ്പൊ നീ ആരായി മാറി?
He is good for everything. Hallelujah. ആമേൻ. പുഴുവാണെന്ന് വിളിച്ച നിന്നെ കൊണ്ട് ആമേൻ അത്ഭുതങ്ങളുടെ വേല ഞാൻ ചെയ്യിക്കും ദൈവത്തിൽ. I will do miracles through you. I will ensure that the testimony will be changed. You are good for everything. Hallelujah. നിന്നെ വിളിച്ചത് പുഴുവെന്നാ, കൊള്ളരുതാത്തവനെന്നാ, ആമേൻ, ഒരിക്കലും ജയം അനുഭവിക്കാത്തവനെന്നാ. പക്ഷെ നിന്നോട് ദൈവം പറയുന്നു, ആ സാക്ഷ്യം ഞാൻ മാറ്റി എഴുതാൻ പോകുക. I'm going to change the testimony the world has told about you. And the Spirit is upon you. You will be a miracle personality in the world. You will be testified a man of God. ദൈവത്തിന്റെ മനുഷ്യനായ ദൈവം ലോകവും ദൈവം നിന്നെ അറിയപ്പെടുത്തുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. That's the reason the Apostle Paul said, I can do everything through who strengthened me. Hallelujah. Before I was good for nothing, but I am sure I am good for everything. Hallelujah. I am good for everything. Amen. ഞാൻ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ആമേൻ ഞാൻ സകലത്തിനും മതിയാവനായി മാറുകയാണ്. Tell me anything, I will do. Why? The Spirit of God is strengthened me. The Spirit of God helped me. And the Spirit of God is upholding me. എന്നെ സഹായിക്കുകയും ശക്തീകരിക്കുകയും എന്നെ താങ്ങുകയും ചെയ്ത ദൈവന്റെ കൂടെയുള്ളത് കൊണ്ട് ആമേൻ ആമേൻ. പരാജയൻ എന്ന് വിളിച്ചവന്റെ നടുവിൽ ആമേൻ വിജയാളി എന്ന് ജയാളി എന്ന് ലോകം പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്റെ അനുഗ്രഹങ്ങളെ മാറ്റുവാൻ പോകും. He is going to change the blessings to change the testimony from the world. You are not more a failure. You are an example of a success to the world. Hallelujah. ദൈവത്തിന് സ്തോത്രം. Fear not. Fear not. He will strengthen you. He will help you. He will uphold you. താണൊന്നും പോകത്തില്ല, നീ പരാജയപ്പെട്ടൊന്നും പോകത്തില്ല. God is with you. Only ensure that I will be with God. ഞാൻ ദൈവത്തോടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തുക. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 43:1 ഒന്ന് വായിച്ചേ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. But now this is what the Lord says, He who created you, Jacob, He who formed you, Israel, do not fear, for I have redeemed you. I have summoned you by name. You are mine. Praise the Lord. He created, then He formed. Creation is different, formed is different. You're born as a man, you are created as a man, you are formed as man of God, and because you become a man of God, you receive the deliverance from God. നിന്നെ വീണ്ടെടുക്കുകയാണ്. സ്തോത്രം. I formed you, I created you, I deliver you. സ്തോത്രം. What's the blessing? Fear not. What's the blessings? You will receive my deliverance because I created and I formed you. നിന്നെ സൃഷ്ടിച്ചത് നിന്നെ ആമേൻ ആമേൻ നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ വായിച്ച അടുത്ത് വെച്ച് സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനും. നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ, who created and formed you, is giving a promise. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഞാൻ തന്നെ. Why he say formed? We were shapeless. What is shapeless? If you go to the valley, you can see dry bones. താഴ്വരയിൽ കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികളെ പോലെ. ഷേപ്പില്ലായിരുന്നു, ജീവനില്ലായിരുന്നു, രൂപമില്ലായിരുന്നു, ഐക്യമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. മരണത്തിന്റെ ദുർഗന്ധം വമിച്ച ഒരിടത്ത് the smell of the death was ruling your life. No shape, no life. It was same like the dry bones in the valley. But the word of God came into your life. It created life in you. It formed
you was an army of God. ഒരു മനുഷ്യരൂപമായി നിന്നെ സൃഷ്ടിച്ചതും നിന്നെ ദൈവ സൈന്യമായി നിന്നെ നിർമ്മിച്ചതുമായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ താഴ്വരയുടെ മരണത്തിന്റെ ദുർഗത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. I redeemed you from the smell of the death of the valley. He created you as a man and he formed you like as an army of God. നിന്നെ മനുഷ്യനായി നിർമ്മിച്ചതും നിന്നെ ദൈവത്തിന്റെ സൈന്യമായി മാറ്റിയവനും പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കും. Fear not. This is the promise. Amen. This is the promise. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. 43:2 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, you are going through the fire. വായിക്കാം 43:2. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. Praise God. When you pass through the waters, I will be with you, and I will be with you. Rivers, they will not sweep over you. It will not overflow you. When you walk through the fire, you will not be burned. The flames will not set you ablaze. Nothing will harm you. But I know the current situation. You are going through the waters. You are crossing the rivers. You are in the fire. But the word of God is giving a promise. The Lord is giving a promise. I created you. I formed you. I will ensure that nothing will harm you. You will receive my deliverance. ഒന്നും നിന്നെ ഹാനി വരുത്താൻ കഴിയില്ല. ഒരു അഗ്നിക്കും ഒരു വെള്ളത്തിൽ നിന്റെ മീതെ കവിയുവാൻ കഴിയുകയില്ല. വെള്ളം പൊങ്ങും, പക്ഷേ നീ അതിന്റെ മുകളിൽ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. തീ ആഞ്ഞു വരും, സ്തോത്രം. പക്ഷേ നിന്റെ രോമത്തിന് പോലും ഒരു മണമടിക്കാതെ നിന്നെ വിടുവിക്കും. Nothing will harm you. God is telling you that the problem you are facing today morning, nothing can harm your spiritual life, your physical life. Praise God. You're facing difficulty in spiritual life. Have you lost your job? Or you're facing difficulty because of the sickness? Or you're facing difficulty because of your children? Whatever the problems, the fire, the water is coming to remove you from the presence of God. Lord is giving a promise. I'm very sure that nothing will harm you. Hallelujah. ദൈവത്തിന് സ്തോത്രം. Praise the Lord. And 43:3 ഒന്ന് വായിച്ചേ. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. I am your നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിന്റെ രക്ഷകൻ. I am your savior. I am your God. Fear not. I will save you. You will receive the deliverance. You are in the midst of the problem. Ensure that you will stay with God in the midst of the problem. I will save you. I will save you. I will give my deliverance to you. Hallelujah. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഓർക്കുക, ആമേൻ, ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ഭയപ്പെടരുത്. Very soon you will receive the deliverance of God. Very soon you will receive the blessings of God. But I know that you're listening the message in the midst of the fire. You're listening this message in the midst of the deep water. വലിയ അഗ്നിശോധനയിലൂടെയും നിന്നെ നശിപ്പിക്കുന്ന വെള്ളങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ ദൂത് നീ കേൾക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് അറിയുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഞാൻ നിന്നെ വിടുവിക്കും. എന്റെ അനുഗ്രഹങ്ങൾ നിന്റെ കരങ്ങളിലെത്തും. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എത്ര പേർ വിശ്വസിക്കാൻ പറ്റും? God is going to do that.
I will receive the blessing. Nothing will harm me. ഒന്നും എന്നെ നശിപ്പിക്കുവാൻ പോകുന്നില്ല. എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കുകയാണ്. എന്ത് ചെയ്യും? എങ്ങനെ മുൻപോട്ട് പോകും? എന്റെ ഭാവി എന്താകും? What is my future? What I will do? What steps have to taken? Maybe I'll be failure. The fear, the devil is pumping in your heart. You tell that I am with my God and my God is with me. He is my savior. He will save me. I will receive the blessings of God very soon in my life. Hallelujah. വളരെ വേഗത്തിൽ ആ അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിക്കുമെന്ന് വിശ്വസിക്കണം. Praise God. The second promise God is saying, what you are, who you are, where you are, that is not God's concern. You are with God. God is with you. He will deliver you. He will save you. He will provide the blessings to you because fear not, I am with you. ഒരു ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 43:5 ഒന്ന് വായിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. Praise God. Do not be afraid, for I am with you. I will bring your children from the east and gather you from the west. Praise God. Individually. And this is the message to the Church of God. ദൈവസഭയോടുള്ള ദൂതിതാണ്. ദൈവത്തോടു കൂടെ നിൽക്കുന്ന ദൈവത്തിലെ ദൈവത്തോടെ നിൽക്കുന്ന ദൈവസഭയെ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ദൈവം ആമേൻ ദൈവസഭയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തോട് നിൽക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം കൃപയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. Praise God. God is going to bring your children to the grace of God. Amen. Ensure that you will stay with God. Church, please ensure that the church will move according to the will of God. He is going to bring his children from east and west and north, wherever they are. God is going to bring his children to the presence of God. ഈ സന്ദേശം എൻ്റെ ഉള്ളിൽ ദൈവം തരുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഒന്നെനിക്ക് മനസ്സിലായി, ആമേൻ, പലതും ദൈവസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ സമൃദ്ധിയുടെ ആമേൻ ആരംഭമാണ്. ആമേൻ, ദൈവം ചില പദ്ധതികളിലേക്ക് ദൈവസഭ നടത്തുവാൻ പോവുകയാണ്. Amen. He is extending everything because there's a purpose behind it. God yesterday night has given this message to me. I worship his name, Lord. We praise your name, Lord. You're going to bring your children to the church and we will glorify your name. Hallelujah. God is telling, yesterday he revealed to me, your prayers, I am hearing that prayers. As a father and mother, you're praying for children. I am hearing their prayers. As a church, I am hearing your prayers. But God realized one thing. There is a power standing against the will of God. നിന്റെ കുഞ്ഞുങ്ങളെ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവജനത്തെ ദൈവസഭയിൽ കൊണ്ടുവരുവാൻ തടസ്സമായി ചില ശക്തികൾ നിൽക്കുന്നു. ദൈവം നമ്മെ വെളിപ്പെടുത്തി. And what God has done, he commanded. He commanded to the power yesterday night. That commandment is in 43:6. Can anybody read the Isaiah 43:6? ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. I command. ദൂരത്തു നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. Praise the Lord. I will say to the north, give them up, and to the south, do not hold them back. Do not hold. Give them. Do not hold. Yesterday night, God has revealed the power to stand against, the deliverance of your children. Here you will see the deliverance of your children very soon. They will come to the grace of God. They will baptize. They will take a decision to follow Christ. This is the promise today God is giving to you and giving to the church. മാതാപിതാക്കൾക്കും സഭയ്ക്ക് ദൈവത്തിൽ ദൂതിത, നിന്റെ കുഞ്ഞുങ്ങളെ തടഞ്ഞ ശക്തി കൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായ ശക്തികളെ എന്റെ ദൈവം ശാസിച്ചു. തടുത്തു വെക്കരുത് കൽപ്പിച്ചു, കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. Bring them to the presence of God.
He commanded. No power can stand against the commandment of God. ദൈവത്തിന്റെ കൽപ്പനയുടെ മുമ്പിൽ നിൽക്കുവാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. Believe. The moment you take a decision today morning, I will stand with God, you can go to see the miracles in your children's life. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ കാണാൻ പോകുക. തടുത്തു വെക്കരുതെന്ന് ഞാൻ പറഞ്ഞു. Don't hold them. Bring the people from all the places to the presence of God. അവർ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ദൈവത്തിന്റെ കൃപ അവിടെ മേൽ വ്യാപരിക്കും. അസാധാരണ ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. അവർ നിന്നേക്കാൾ ശക്തരായി ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വേല ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. They will be more stronger than you. As a father and mother, God is giving a promise. They will be more stronger than you in the presence of God, in the ministry of God. They will bear the name of God to proclaim the glory to the world. ലോകത്തോട് ദൈവത്തിന്റെ മഹത്വം വിളിച്ചു പറയുന്ന അഭിഷിക്തന്മാരെ അഭിഷിക്തകളായി ദൈവം നിന്റെ തലമുറകളെ മാറ്റും. ദൈവസഭയിലേക്ക് തടഞ്ഞു വെച്ച് പോരാടിയ ശക്തികളെ ഇന്ന് പകൽ ദൈവം ശാസിക്കുന്നു. ആമേൻ. ദൈവസഭയിലേക്ക് ആത്മാക്കളുടെ പെരുപ്പം ദൈവം അയക്കാൻ പോകുന്നു. വിശാലതയുടെ അനുഭവത്തിലേക്ക് ദൈവസഭയെ ദൈവം നടത്തുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ പദ്ധതികൾ നടക്കുവാൻ പോകുകയാണ്. The God's purpose will be fulfilled. He will bring his people to the church. It's a promise of God. Not because of my wisdom, not because of your prayer, our prayer. God is telling, I rebuke the power who stand against the deliverance of the people of this Kuwait and the people of Salmi. I'll bring my people to inside the church. I will bring my people to the presence of God. ദൈവസഭയിലേക്ക് തടഞ്ഞ ശക്തികളുണ്ട്, നാളുകളെ തടഞ്ഞതുണ്ട്. ദൈവം ഇന്ന് പകൽ അവയെ ശാസിക്കുന്നു. ദൈവ ശക്തിയെ തകർക്കുന്നു. He rebuked that power who stand against the will of God, who is an obstacle for the deliverance, spiritual deliverance of his people. അവരെ പുറത്തു കൊണ്ടുവരികയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. Two things God is going to do to your children and the children who are going to come to church in church. The people what God is going to bring to church. ആമേൻ. രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് 2 Corinthians 4:4. രണ്ട് വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. 2 Corinthians 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. Hallelujah. The God of this age has blinded the minds of unbelievers so that they cannot see the light of the gospel that display the glory of Christ, who is the image of God. Praise the Lord. God is going to do two things. If your child is not believing God, if your child is not believing God, the people of Kuwait is not believing God, He will open their spiritual eyes. The power of the world, the God of the world has blinded them. He will open the eyes to see the truth. ആമേൻ. ഒന്ന്, ആമേൻ, അവിശ്വാസികളുടെ ഹൃദയമായിരിക്കുന്ന നിങ്ങളുടെ തലമുറകളെ, അവിശ്വാസ ഹൃദയമായിരിക്കുന്ന ദേശനിവാസികളുടെ കണ്ണുകൾ തുറന്ന് സത്യം അറിയുവാൻ ദൈവം അവരുടെ കണ്ണുകളെ തുറക്കും. ദൈവത്തിന് സ്തോത്രം. God will open their spiritual wisdom. Praise God. I mean, believe it is going to happen in your child's life. ഇന്ന് പകൽ വിശ്വസിക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. Second thing, Mark chapter 8, 22 to 25. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അവർ ബേത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യനെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രേ കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. Praise the Lord. Mother, praise the Lord. There are people who came to believe. Hallelujah. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഈ കുരുടനെ
people bring this blind man to Christ. That means there are many people, they came to believe, but their spiritual wisdom is not clearly open. പൂർണ്ണമായും അവരുടെ ആത്മീയ ദർശനം തുറക്കാതെ വിശ്വാസത്തിലാണെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. സ്തോത്രം. പൂർണ്ണ സത്യം തിരിച്ചറിയാതെ അവിടെയും ഇവിടെയുമായി നിൽക്കുന്ന, ഈ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനയും ഇഷ്ടപ്പെട്ടുകൊണ്ട്, ആമേൻ സ്തോത്രം, അവൻ പൂർണ്ണമായി ദൈവിക വിടുതൽ പ്രാപിക്കാത്ത, those who are not receive the real wisdom, the real vision, they think that they're leading a spiritual life, but they're leading a spiritual life not according to God's will. They're leading a spiritual life according to their will. God is telling, I will break their boundaries now. അവർ തന്നെ കൽപ്പിച്ചു വെച്ച ഒരു അതിരുണ്ട്. ഞാൻ പ്രാർത്ഥനയ്ക്ക് വരും, ഞാൻ ആരാധിക്കും, ഞാൻ സ്തോത്ര ദൈവവചനം വായിക്കും, പക്ഷേ ഇതിനപ്പുറം ഞാൻ പോകുകയില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ആമേൻ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ മസിൽ പിടിച്ചു നിൽക്കുന്ന ജീവിതങ്ങളുടെ ആമേൻ ആത്മീയ അതിരുകളെ ദൈവം ബ്രേക്ക് ചെയ്തുകൊണ്ട് സകലതും സ്പഷ്ടമായി കാണുന്ന, സകലതും സ്പഷ്ടമായി അനുഭവിക്കുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് ജനത്തെ മാറ്റാൻ പോവുകയാണ്. Maybe your child have faith in Christ, but vision is not clearly opened. അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരുന്നവരെ, ഇത് മതി എന്ന് പറഞ്ഞവരെ, those who said this is okay for us, this is the spiritual world, we don't want to know more about Christ, we like to stay in this boundary, I don't want to cross the boundary which is will of God. They are just putting their own effort to stay in their spiritual life according to their will, but God is telling the time is over, I will break the boundaries. I will make them to ensure that they will take a decision that I will completely surrender to God according to God's will. നിന്റെ കുഞ്ഞുങ്ങളും ദൈവസഭയിൽ വരണമെന്ന് ആഗ്രഹിച്ച് പല കാരണങ്ങൾ പറഞ്ഞ് അതിരിട്ട് നിൽക്കുന്ന, ആമേൻ സ്തോത്രം, വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ചിന്തകളെയും ചിന്താ വിചാരങ്ങളെയും തകർത്തുകൊണ്ട് ആമേൻ ദൈവം അനേക ജീവിതങ്ങളെ ദൈവസഭയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. ഭയപ്പെടരുത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. God is asking you one thing, only one thing. Ensure from today, at least ensure from today, I will be with God. ഞാൻ ദൈവത്തോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. Then the 100% promise is fulfilled. When you take a decision, I will be with God. God will be always with you. The blessings will overflow in your life. The deliverance will overflow in your life, and the blessings and the deliverance will overflow not only in your life, it will overflow to the world, so that many will come to Christ to receive the blessings and the deliverance from God. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്